ഒരു പ്രസ്സിങ്ങിൽ നമുക്കിത് കൊടുക്കുകയും ചെയ്യാം, അതേമാതിരി ഒരു പ്രസ്സിങ്ങിൽ തന്നെ നമുക്ക് ഊരിയെടുക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്റ്റെയറിംഗ് ഫിറ്റ് ചെയ്യാൻ പോകാം. അത് നോർമൽ ടൈപ്പ് സ്റ്റെയറിംഗ് അല്ല, മോമോൻ്റെ നമുക്ക് ഊരിയെടുക്കാനും അതുമായി തന്നെ പെട്ടെന്ന് ഫിക്സ് ചെയ്യാനും കഴിയുന്ന ഒരു ക്വിക്ക് റിലീസ് ഹബ്ബ് വെച്ചിട്ടുള്ള ഒരു സ്റ്റെയറിംഗ്. അതിനായിട്ട് നമ്മൾ എടുത്തുള്ള സ്പാർക്കോൻ്റെ ഒരു ക്വിക്ക് റിലീസ് ഹബ്ബും അതുമാതിരി തന്നെ ബോസ്കിറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലെ ഒരു ഹബ്ബും എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സ്റ്റെയറിംഗ് ഊരിയെടുക്കണം. അതിനായിട്ട് 17 ഈ ഒരു ബോൾട്ട് ഊരണം. അതിനായിട്ട് നമ്മളൊരു ബോക്സ് റാഡ് എടുത്തത് ഊരിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹബ്ബ് തന്നെ വെക്കാൻ പോകുന്നത്. കുറഞ്ഞ ടൈപ്പ് ഹബ്ബ് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാനും അതുമാതിരി ഹോണിൻ്റെ കണക്ഷൻ പോകാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹബ്ബിനെ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ മില്ലിങ്ങിലേക്ക് അത് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ സ്പാർക്കോൻ്റെ ഹബ്ബിൻ്റെ താഴെ വരുന്നൊരു ഭാഗം ഇതിലേക്ക് ടൈറ്റ് ചെയ്യണം. 2 പോർഷനായിട്ടാണ് വരിക. അത് ഒന്ന് ഊരിയെടുക്കേണ്ട ഭാഗവും ഒന്ന് സ്റ്റെയറിംഗിൽ വെക്കേണ്ടതും ഒന്ന് ഊരിയെടുക്കേണ്ടതും. അത് നമ്മൾ ഇതേമാതിരി കറക്റ്റ് 6 ഹോള് നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ 6 സ്ക്രൂവാണ് ഉപയോഗിക്കുന്നത്. 6 സ്റ്റാർ സ്ക്രൂ ഉപയോഗിച്ചാണ് നമ്മളിതിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റേ ഒരു ഭാഗം വരുന്നത് നമ്മളെ സ്റ്റെയറിങ്ങിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. അതിൻ്റെ ഈ ബാക്ക് ഭാഗം വരുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റെയറിങ്ങിൽ കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ അതിൽ നിന്ന് ഊരിയെടുക്കാനും ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഹബ്ബ് വരുന്നത്. ഇതിലാണ് നമ്മൾ ഫുൾ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനായിട്ട് മുന്നായിട്ട് നമ്മൾ ഈ റെഡ് വയർ വരുന്നത് ഹോണിൻ്റെ വയറാണ്. അത് നമ്മളെ സ്റ്റെയറിങ്ങിൽ വരുന്ന അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു പോർഷനിൽ കണക്ട് ചെയ്യണം. സെൻറ്ററിൽ വരുന്ന ആ ക്ലിപ്പിൽ തന്നെ കിടക്കണം. സൈഡിൽ വരുന്ന ക്ലിപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ വരുന്ന ക്ലിപ്പിൽ കണക്ട് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റെയറിങ്ങും ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടിയിൽ വരുന്നൊരു ഭാഗം ഇങ്ങനെയാണ്. നമ്മളെ ഹബ്ബിൻ്റെ മുകളിൽ വരുന്ന ചെറിയ ഹബ്ബാണിത്. ഇതിലേക്കാണ് നമ്മളിനി നമ്മളെ സ്റ്റെയറിങ് കണക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മളൊരു സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാം. ഈ വരുന്ന ബ്ലൂ ആണ് ഇതിൻ്റെ മെയിൻ കൺട്രോളിങ് വരുന്നത്. അത് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹബ്ബിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ സ്പാർക്കോ എന്ന ഭാഗത്ത് വരുന്ന ഈ ഒരു ബ്ലൂ അത് മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെയറിങ്ങിൽ വെച്ച് ഒരു തിരിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ലോക്കാവും. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കൊടുക്കുകയും ചെയ്യാം. അതേമാതിരി ഒറ്റ പ്രസ്സിങ്ങിൽ തന്നെ നമുക്കിത് ഊരിയെടുക്കുകയും ചെയ്യാം. മാക്സിമം ഇത് പവർ സ്റ്റിയറിംഗുള്ള വണ്ടികൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക. പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടികൾക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വണ്ടി ഓടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മൾ പവർ സ്റ്റിയറിംഗ് ഉണ്ടാവുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഓടിക്കാം. ചെറിയ സ്റ്റിയറിംഗ് ആവുന്നതുകൊണ്ടേ വളവും കാര്യങ്ങളൊക്കെ ഓടിച്ചെടുക്കുമ്പോൾ പവർ സ്റ്റിയറിംഗുള്ള വണ്ടികൾക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ നോക്കുക. സ്റ്റിയറിങ്ങും ഹബ്ബും ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ കൊറിയർ അയച്ചിടുന്നതാണ്. ആളിൻ്റെ കൊറിയർ അവൈലബിൾ ആണ്.